ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്നത്തെ നമ്മുടെ വർക്ക് വന്നിട്ട് ഒരു കുട്ടി ഫ്ലവറാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ എക്സസറീസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സെയിം വർക്കാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുക, ഒരു 3-4-5 പീസായിട്ട് മടക്കുക. അതായത് മടക്കി എടുത്തിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഒന്നിച്ച് പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഇതായിട്ട് കട്ട് ചെയ്യുന്നത്, അതായത് ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെറ്റൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഉരുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉരുക്കുന്ന ടൈമിൽ മെഴുകുതിരി കത്തിച്ചിട്ട് തന്നെ ഉരുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നേരം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്താൽ അത് അപകടകരമായി മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉരുക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെഴുകുതിരി തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഒത്തിരി വർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ, ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അതും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് മെഴുകുതിരി യൂസ് ചെയ്തിട്ടൊന്ന് ഉരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് നമുക്ക് ആ എഡ്ജസ് ഒന്നും ഉരുക്കിയില്ല എന്ന് വരും, അതായത് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയില്ല എന്ന് വരും കേട്ടോ. ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രശ്നമല്ല, നമുക്ക് ജസ്റ്റ് ഒരു പെറ്റലിൻ്റെ ഒരു ഇത് വേണമെന്നേ ഉള്ളൂ. ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു കറുത്ത ഒരു കളർ ചേഞ്ച് വരുമല്ലോ, അങ്ങനെ വന്നുകൊണ്ടും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ പെറ്റൽസ് ഇങ്ങനെ കറക്റ്റ് വരുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ച്, അതായത് ഒന്ന് റോൾ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ. എത്രത്തോളം നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ വൈസൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പേപ്പറിലും സെയിം വർക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റിബൺ വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ റിബൺ കുറച്ച് വലിയ റിബൺ ആണെങ്കിലാണ് വലിയ ഫ്ലവർ കിട്ടുക. അപ്പോൾ 1 ഇഞ്ചിൻ്റെ റിബണൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും കിട്ടുക കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ഫ്ലവറാക്കി ചെയ്തിട്ട് നമുക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പെറ്റൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് പിപ്സോ പോളനോ ഒക്കെ വെച്ച് കൊടുത്താൽ കുറേയും കൂടി ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിൽ ട്യൂബ് എടുത്ത് അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, അവിടോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഭയങ്കര വെട്ടം കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസിനൊന്നും ഒരു വെട്ടം ഇല്ലാണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ പെൻഡിങ് വെച്ചാലും പിന്നെയും പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1-2 പേറ്റെല്ലാം ഞാൻ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് മടക്കി ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമേ. ഇനി 2 ലീഫും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ലീഫ് കിട്ടും കേട്ടോ. എന്നിട്ടൊന്ന് ഉരുക്കി കൊടുത്ത് ഒട്ടിച്ചുകൂടെ കൊടുക്കാം. എന്നിട്ട് 2 ലീഫും കൂടി നമുക്ക് ആ ഒരു ഫ്ലവറിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒട്ടിക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യണം കേട്ടോ ഒട്ടിക്കുന്ന ടൈമിൽ. ഈ ഒരു ഫ്ലവറൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ കുഞ്ഞു അവളുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൽ ഷോ ബട്ടണായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി പറയൂ കേട്ടോ. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഹെയർ എക്സസറീസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ.